ഇവിടെ ഈ സൈറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സൈറ്റും കൂടെയാണ് കേട്ടോ. എന്തായാലും സാധനം കൊണ്ട് സാലത്തെത്തും. ഇത് കഴിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മറ്റേ സഹറ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എറണാകുളം ഓട്ടോ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടെന്ന ഡോറില്ല, അതൊന്ന് എറണാകുളം കൊണ്ട് ഇറക്കി കൊടുക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്, വേറെ ആരും ഇല്ല. അവിടെ നിന്ന് ചിലപ്പോൾ പോകുമ്പം ഹിന്ദിക്കാരന്മാരാരും കാണും ഇത് ഇറക്കേണ്ട സൈറ്റിൽ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ആപ്പിച്ച് നെയ്പ്പത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ചോട വച്ചിരിക്കുന്നതാണ്. അപ്പം സമയം ഇപ്പം കറക്റ്റ് ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. പെട്ടെന്ന് വീണതേ ഉള്ളൂ. അപ്പോൾ നെയ്പ്പത്തിരി കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പയ്യെ നടക്കാം. വണ്ടി കിടക്കുന്നത് സ്ഥലത്ത് പോയി താക്കോല് അസീവിൻ്റെ വീട്ടിൽ പോയി എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ എറണാകുളം പോകാം. ഞാൻ ഇത് കഴിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മറ്റേ സഹറ ഒരു വീടുണ്ട്. പെട്ടെന്ന് കേട്ടോ, ഒരുപാട് ലാഗാക്കണ്ട. പെട്ടെന്ന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് വരാം. യെസ്, അങ്ങനെ താക്കോല് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഒതുക്കിയിട്ട് പോയിരിക്കുകയാണ്. ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ എറണാകുളം എവിടെയാണ് പോകുന്നത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ഡോറാണ്. ഇത് ഇറക്കേണ്ട സ്ഥലം ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം അങ്ങോട്ട് പോകാം നമുക്ക് യാത്ര. അപ്പോൾ എങ്ങനെ യാത്ര തുടങ്ങാം. വണ്ടിയിൽ എണ്ണയും കുറവാണ്, എണ്ണയും ഓടിക്കണം. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. പിന്നെ ഈ വണ്ടീൻ്റെ വിശേഷം ഞാൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നത്. അല്ലേ, ഇട്ടിട്ടില്ല ഈ വണ്ടീൻ്റെ വിശേഷം. ഈ വണ്ടീൻ്റെ വിശേഷം ഉടനെ ഇടാം എന്തായാലും. ഇപ്പോൾ ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷമൊക്കെ ഇടാം കേട്ടോ. നല്ല വണ്ടിയത്, ഉഷാറാണ്. നമ്മുടെ കമ്പനി പണിക്ക്, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പണിക്ക് ഈ വണ്ടി നല്ലതാണ്. എന്നുവെച്ചാൽ ഒരുപാട് വണ്ടി മാർക്കറ്റുകളുണ്ടെങ്കിൽ അറിയാമല്ലോ. ഈ വീഡിയോ കാണുന്ന തന്നെ ആൾക്കാർ ഡ്രൈവർമാരായിരിക്കും, പല പല വണ്ടികൾ ഓടുന്ന ആൾക്കാരായിരിക്കും. ഇതിൻ്റെ വിശേഷം എന്തായാലും പറഞ്ഞ് ഇതാകുന്നില്ല. ഇവിടെ നമുക്ക് ഇടാം എന്തായാലും. നമുക്ക് ലോഡ് എന്തായാലും എറണാകുളം എത്തിച്ചു കൊടുക്കാം. പോവാം. ഒരു ഡോറുണ്ടെങ്കിലും നല്ല ലോഡാണ് അവൻ. നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് നമ്മുടെ ഷൗക്കോട്ടപ്പാലം പമ്പിൽ നിന്നാണ്. അവിടെ നിന്ന് എണ്ണ അടിച്ചുകൊണ്ട് പോവാണ്. കൊമ്മാടീൻ്റെ അവിടെ എത്തിയപ്പോൾ പള്ളിയിൽ നിന്ന് ഓശാന പ്രമാണിച്ചുള്ള നമ്മുടെ പള്ളിയിലച്ഛൻ്റെ എന്തോ ചെറിയൊരു ചടങ്ങ് പോലെ എന്തോ ഇത് വഴിയിൽ കണ്ടതാണ്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെപ്പറ്റി. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കാ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫ്രീ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഭക്ഷണം കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക്. അതോടെ എല്ലാം പോകുന്ന വഴി കഴിക്കാം നമുക്ക് എന്തായാലും. ഷോർട്സ് വീഡിയോ അങ്ങനെ ഇടുന്നില്ല ഇപ്പോൾ, കുറവാണ്. ഷോർട്സ് വീഡിയോ ഇട്ട് കുറച്ചുണ്ടായിരുന്നു. വ്ളോഗ് വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വ്ളോഗ് വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ ആൾക്കാർ കാണുന്നുമില്ല. ഇതെന്ത് കഷ്ടമാണ്. ഇപ്പം എൻ്റെ ഷോർട്സിൻ്റെ ഗ്രാഫ് ലെവലും താഴോട്ട് വരുവാണ്. എന്നുവെച്ചാൽ ഷോർട്സ് ഇടാത്തതുകൊണ്ടാണ് വ്ളോഗ് വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. വ്ളോഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതിന് റിസ്ക് ആണ്, ഭയങ്കര റിസ്കിലാണ് ഇന്ന് ഓരോന്നൊക്കെ ചെയ്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ തമിഴ്നാട്ടിൽ പൊളിക്കാൻ പോയ വീഡിയോ ഒക്കെ, തമിഴ്നാട്ടിലെ പോയ വീഡിയോ ഇല്ലേ, ആയിട്ടൊന്നും ഒരു രക്ഷപ്പാടില്ല. വെറുതെ യൂട്യൂബിൽ കിടക്കുന്നു, ഓടുന്നു. ശരിടാ, എന്തായാലും ഞാൻ പോട്ടെ. ഒരുപാട് വർത്തമാനം പറഞ്ഞ് ലാഗാക്കുന്നില്ല, വണ്ടി ഓടിച്ചോണ്ട് പോട്ടെ. ഏകദേശം അരൂരൊക്കെ എത്താറായിട്ടുണ്ട്. പണി നടക്കുന്നത് ഇവിടെ നല്ല റോഡുകളാണ്. ഇവിടെ ഇങ്ങോട്ട് എത്തിപ്പിച്ചിട്ട് താമസം വന്നു വണ്ടി ഓടി. എറണാകുളം കയറിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, ഇതുവരെ വലിയ തിരക്കൊന്നുമില്ല. കിട്ടിയ തിരക്കല്ലാതെ ശരി തിരക്ക് നമ്മളെ അരൂരിൻ്റെ അവിടെ കിട്ടിയതല്ലാതെ വേറെ തിരക്കൊന്നുമില്ല. ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു തരാൻ പറ്റി. വേറെ ഏകദേശം നമ്മൾ ലുലുമാള് കഴിഞ്ഞിട്ടുണ്ട്. കുറേക്കിടന്ന് ഏകദേശം ഓണടിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഏകദേശം അങ്കമാലി ആയിട്ടുണ്ട്.
ഇനിയും ഒരുപാട് ഓടാനുണ്ട്. അങ്ങനെ ഒരുവിധം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് പുള്ളിക്കാരനെ വിളിച്ചിട്ട് സാധനം ഇറക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ഇന്ന് ഓഷാനായതുകൊണ്ട് പള്ളിയിൽ വല്ലതും ആയിരിക്കും. എന്തായാലും നല്ല കട്ട പോസ്റ്റ് ആയിരിക്കും. നല്ല വിശപ്പുണ്ട്. ഇനി നേരെ ഹോട്ടലിൽ പോകാം, ഭക്ഷണം കഴിച്ച് നിൽക്കാം. വിശന്നിട്ടാണ് ഊപ്പാട് പോകുന്നത്. 2 അപ്പം, ഒരു മുട്ടക്കറി, ഒരു ഓംപ്ലേറ്റ്, ഒരു ചായ. അത് കഴിച്ചപ്പോഴാണ് കുറച്ചൊന്നൊരു ആശ്വാസമായത്. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി എടുത്ത് അവിടെ നിന്നപ്പോൾ തന്നെ വിളി വന്നു ഫോണില്. നമുക്ക് ഇറക്കേണ്ട സ്ഥലം ഇവിടെയല്ല, ഇനിയും ഒരു 12 കിലോമീറ്ററോളം 13 കിലോമീറ്ററോളം ഉണ്ട്. അവരുടെ ഗോഡൗണിലോട്ടല്ല ഇറക്കേണ്ടത്, വീട്ടിലോട്ട് ഇറക്കേണ്ടത് ഡോറ്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. പോട്ടെ, പോകത്രേ പോട്ടെ. അങ്ങനെ നമ്മളെ ഒടുവിൽ അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെപ്പോലെ ഒരുപാട് ഡോറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനുമ്പ് കൊണ്ടുവന്ന ഡോറാണ്. ഇവിടെ ഈ സൈറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ ഇതിനുമ്പ് വന്നിട്ടുള്ള സൈറ്റും കൂടെയാണ് കേട്ടോ. എന്തായാലും സാധനം കൊണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡോറും കൊണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ ലാവിഷ് ഡോർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. ഇവിടെ സ്ട്രോങ് റൂം ഡോർ. ഗുഡ്. അങ്ങനെ ലോഡ് ഇറക്കിയിട്ട് നമ്മുടെ യാത്ര ആലപ്പുഴയിലേക്ക്. കാട് കൊത്തി വഴി, കാടല്ല, തേക്കും തോട്ടമെന്ന് തോന്നുന്നു. തേക്കും തോട്ടം. വഴി അടിപൊളി വഴി. നല്ല വളവും തിരിവൊക്കെ ഉണ്ട്. വളവും തിരിവിൻ്റെ അല്ല, റോഡ് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന റോഡ്. ഇനി നമ്മൾ നേരെ ആലപ്പുഴ. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ആ ടോറിൻ്റെ അവിടെ കുറച്ചേരം വണ്ടി ഒതുക്കി ഉറങ്ങി വന്നപ്പോൾ ഷാജിക്ക് വിളിച്ചു ഇവിടെ എത്തി. അങ്ങനെ വീണ്ടും വണ്ടി എടുത്തോണ്ട് ആലപ്പുഴയിലോട്ട് പോകുന്നു. നല്ല ഉറക്കക്ഷീണമുണ്ട്. നമുക്ക് 3-4 ദിവസമായിട്ട് ഈ നൈറ്റ് വർക്ക് തന്നെയല്ലേ, അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. വണ്ടി ഒട്ടും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ എപ്പോൾ എനിക്ക് ഉറങ്ങുന്നത് അപ്പം ഞാൻ വണ്ടി ഒതുക്കി, പിന്നെ വേറെ ഒന്നും നോക്കത്തില്ല. ഉറങ്ങിയിട്ടേ എണ്ണിക്കത്തുള്ളൂ. പക്ഷെ ആഴ്ച വിളിച്ചോണ്ട് ഞാൻ ഇപ്പോൾ എണ്ണിച്ച് പോണം. ഇനി വണ്ടി ഓടിച്ച് തരാം ആലപ്പുഴ. നമ്മുടെ യാത്ര ഇപ്പോൾ ഏകദേശം ചേർത്തലയായിട്ടുണ്ട്. ചേർത്തല. നിങ്ങൾക്ക് എൻ്റെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണം. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണം വെറുതെ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അത്രയും കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കമൻറ്റ് ഇടാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് കേട്ടോ, അല്ല വേറെ ഒന്നുമില്ല. അങ്ങനെ നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിക്കും. ഇപ്പം ചേർത്തലയായാലും ഇനി കുറച്ചും കൂടെ ഒരു 10-25 കിലോമീറ്റർ തികച്ചില്ലെന്ന് തോന്നുന്നു വീടെത്താൻ. എന്തായാലും വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താക്കി എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം, വീഡിയോ ഒരുപാട് ലെങ്താക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഒരുപാട് സീനുകളൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കിക്കൊണ്ട് വീഡിയോ എടുക്കുന്നത്. അത് കാണാൻ നിങ്ങൾക്കൊരു വെറുപ്പിക്കലായി പോകും. അങ്ങനെ വെറുപ്പിക്കൽ വരല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. രാവിലെ ഇറങ്ങി സൈറ്റിൽ പോയി സ്ഥലം കണ്ടുപിടിച്ച് സാധനം കൊണ്ട് ഇറക്കി തിരിച്ച് ആലപ്പുഴയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതേപോലത്തെ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. പിന്നെ കൂടുതൽ വർത്താനമൊന്നുമില്ല, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.